ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠന മേഖലയാണ്. ഇന്ത്യയിലുടനീളം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്ററുകൾ ആരംഭിച്ചത് അടിസ്ഥാനപരമായ തൊഴിൽ മേഖലകളിൽ നമുക്ക് ആവശ്യത്തിന് ജനങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്, തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. വിവിധ എഞ്ചിനീയറിംഗ് ട്രേഡുകളിലായി ആരംഭിച്ചിട്ടുള്ള ITകൾ മികച്ച പഠന സാധ്യതകൾ ഒരുക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. മികച്ച ഇൻഫ്രാസ്ട്രക്ചറോടെ, കൂടുതൽ പ്രാക്ടിക്കൽ സംവിധാനങ്ങളോടെ, പ്രായോഗിക പരിശീലനം ലഭിച്ച കൂടുതൽ പഠന നിലവാരം ലഭിച്ചിട്ടുള്ള അക്കാഡമിക്കായിട്ടും ഒക്കെ മികച്ച സാധ്യതകൾ തുറന്നു തരുന്ന ഒരു മേഖല തന്നെയാണ് ITകൾ. ഗവൺമെൻറ് ITകളും സ്വകാര്യ ITകളും എന്ന് രണ്ടായിട്ട് പ്രധാനമായിട്ടും ഈ മേഖലയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഒപ്പം തന്നെ സ്വകാര്യ മേഖലയിലും ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പ്രാഥമികമായ അടിസ്ഥാനപരമായ പല തൊഴിൽ മേഖലകളിലും മതിയായ പരിശീലനം നൽകുന്നതിന് കാർപ്പൻട്രി, പെയിൻറ്റിംഗ്, പ്ലംബിംഗ്, അലൂമിനിയം ഫാബ്രിക്കേഷൻ തുടങ്ങി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ നിരവധി മേഖലകളിലേക്ക് ആവശ്യമുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളാണ് ITകൾ. പഠനം പൂർത്തിയാക്കിയാൽ മതിയായ കാലത്തേക്കുള്ള പരിശീലനം നൽകുന്നതിന്, എക്സ്പീരിയൻസ് നൽകുന്നതിന് RI സെൻറ്ററുകളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ പരിശീലനം പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങുന്ന കുട്ടികൾ അവർക്ക് പൊതുമേഖലയിലും സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഉൾപ്പെടെ നിരവധി അവസരങ്ങൾ ഒരുക്കപ്പെടുന്നു എന്നതിനൊപ്പം തന്നെ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളും ഒരുക്കപ്പെടുകയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, അതുപോലെ തന്നെ സർവേയർ കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒക്കെ സാധ്യതകളേറെയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു കുട്ടിക്ക് സ്വന്തമായിട്ട് എസ്റ്റിമേഷൻ നടത്തുന്നതിനും, അതേപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ലൈസൻസ് എടുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട, ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലൊക്കെ സ്വന്തമായി വേണമെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പഠന സാധ്യതകൾ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട, വയറിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്നതിന് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവസരങ്ങൾ ഏറെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന, പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ചുരുങ്ങിയ കാലം 2 വർഷം കൊണ്ട് ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നുള്ള മികച്ച സാധ്യതയാണ് ഇവിടെ തുറക്കപ്പെട്ടിട്ടുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ നമുക്ക് ITക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നു. ITI കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്നൊരു ജോലിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നൊക്കെയുള്ള മികച്ച സാധ്യതകൾ. റെയിൽവേയിലെയൊക്കെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് D പോസ്റ്റുകൾ എന്ന് പറയുന്ന പോസ്റ്റുകളിൽ പലതിലേക്കും ട്രേഡ് ITകൾ ഉള്ള ആൾക്കാർക്കാണ് നിയമനം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നീക്കി വയ്ക്കപ്പെട്ടിട്ടുള്ള സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും ITI കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ വളരെ വിപുലമായ പോലീസ് സേനയിൽ ITI ഉള്ള, പോളിടെക്നിക് ഉള്ള ആൾക്കാർക്കൊക്കെ ജോലി സാധ്യതകളുണ്ട്. റേഡിയോ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ സാധ്യതകളുണ്ട്. ആർമി, എയർഫോഴ്സ്, നേവി പോലുള്ള മേഖലകളിൽ അവസരങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മികച്ച സാധ്യതകൾ ഒരുക്കുന്ന ITI വളരെ പെട്ടെന്നൊരു ജോലി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ്.